നമസ്കാരം. കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസിന് ആശ്വാസമായി എ.കെ. ആന്റണി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും കേരള മുഖ്യമന്ത്രിയുമായിരുന്ന എ.കെ. ആന്റണി തൻ്റെ മകനെ തള്ളിപ്പറയുകയും പാർട്ടിയെ ചേർത്തുപിടിക്കുകയും ചെയ്തതാണ് കോൺഗ്രസിനിപ്പോൾ ആശ്വാസമായിരിക്കുന്നത്. ആന്റണിയുടെ മകനും കോൺഗ്രസിൻ്റെ മുൻ ഐ.ടി സെൽ നേതാവുമായിരുന്ന അനിൽ ആന്റണി ബി.ജെ.പിയിലെത്തിയ നാൾ മുതൽ ആന്റണിയും കോൺഗ്രസും സമ്മർദ്ദത്തിലായിരുന്നു. മകൻ ബി.ജെ.പിയിലെത്തിയത് വേദനയുളവാക്കുന്നുവെന്നും താൻ മരണം വരെ കോൺഗ്രസ്സുകാരനായിരിക്കുമെന്നും ആന്റണി അന്ന് പറഞ്ഞിരുന്നു. എതിർകക്ഷികളും അതോടൊപ്പം കോൺഗ്രസിലെ തന്നെ ചിലരും ആന്റണിയുടെ അറിവോടെയാണ് അനിൽ ബി.ജെ.പിയിലെത്തിയതെന്ന് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ മുതിർന്ന നേതാവും വിശ്രമത്തിലുമായ ആന്റണിയെ വിഷമിപ്പിക്കാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിക്കുകയും അനിൽ ആന്റണിക്കെതിരെ കടുത്ത വാക്പ്രയോഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലോക്സഭയിലേക്ക് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ ബി.ജെ.പി ഇറക്കിയത് ദുഷ്ടലാക്കോട് തന്നെയായിരുന്നു. മകനെതിരെ ആന്റണി എങ്ങനെ പ്രചരണത്തിനെത്തുമെന്നും സാക്ഷാൽ ആന്റണിയുടെ മകൻ തന്നെ ബി.ജെ.പിയിലെത്തിയത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് മറ്റു പാർട്ടിയിലുള്ളവരെ ബി.ജെ.പിയിലെത്തിക്കാനുള്ള ശ്രമവും ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒടുവിൽ സമ്മർദ്ദത്തിലായ പാർട്ടിയെ രക്ഷിക്കാൻ സാക്ഷാൽ ആന്റണി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. തൻ്റെ മകൻ പത്തനംതിട്ടയിൽ തോൽക്കണമെന്നും കോൺഗ്രസ് ഇവിടെ വിജയിക്കണമെന്നുമാണ് ആന്റണി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ വലിയ ആവേശത്തിലാണ്. എന്നാൽ അപ്പനും മകനും തമ്മിലുള്ള വാക്പോരിനാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. തൻ്റെ അപ്പനോട് സഹതാപമാണെന്നാണ് അനിൽ ആന്റണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം രാജ്യദ്രോഹികളോടൊപ്പമാണെന്നാണ് അനിൽ തിരിച്ചടിക്കുന്നത്. എന്തായാലും ആന്റണിയുടെ മകനെ തള്ളിപ്പറഞ്ഞ് പാർട്ടിയെ ചേർത്ത് പിടിച്ച നടപടി അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഏകുന്നത്.